സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, നീതി ആയോഗിന്റെ ആസ്ഥാനം? ന്യൂഡൽഹി. നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. ആദ്യമായി ഇന്ത്യൻ ഒളിമ്പിക് ടീമിനെ നയിച്ച വനിത ആര്? ഷൈനി വിൽസൺ. ആദ്യമായി ഇന്ത്യൻ ഒളിമ്പിക് ടീമിനെ നയിച്ച വനിത ഷൈനി വിൽസൺ. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി പാൻക്രിയാസ്. ബോക്സൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം ഏത്? അലൂമിനിയം. ബോക്സൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം അലൂമിനിയം. ദേവി സിംഗിന്റെ നേതൃത്വത്തിൽ കർഷക കലാപം നടന്ന സ്ഥലം? മധുര. മധുരയിലാണ് ദേവി സിംഗിന്റെ നേതൃത്വത്തിൽ കർഷക കലാപം നടന്നത്. കേരളത്തിൽ എവിടെയാണ് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം? കോഴിക്കോട്. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. പട്ടികവർഗ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. പട്ടികവർഗ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ലയാണ് ആലപ്പുഴ. 281 ആൻഡ് ബിയോണ്ട് ഏത് കായിക താരത്തിന്റെ ആത്മകഥയാണ്? VVS ലക്ഷ്മൺ. VVS ലക്ഷ്മന്റെ ആത്മകഥയുടെ പേരാണ് 281 ആൻഡ് ബിയോണ്ട് എന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദി? കിഴക്കോട്ട്. പാമ്പാറാണ്. പാമ്പാർ. ആരുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച തീവണ്ടി സർവീസാണ് ശതാബ്ദി എക്സ്പ്രസ്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ആരംഭിച്ച തീവണ്ടി സർവീസാണ് ശതാബ്ദി എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഫീൽഡ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹൈദരാബാദ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഫീൽഡ് വിമാനത്താവളം ഹൈദരാബാദ്. ആർട്ടിക്കിൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ ഒരു പൗരന് എന്ത് അവകാശമാണ് പ്രദാനം ചെയ്യുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയിൽ ദേശീയ പതാകയ്ക്കായി നിലവിൽ വന്ന അഡ്ഹോക് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ദേശീയ പതാകയ്ക്കായിട്ട് നിലവിൽ വന്ന കമ്മിറ്റിയാണ് അഡ്ഹോക് കമ്മിറ്റി. അഡ്ഹോക് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് രാജേന്ദ്ര പ്രസാദ്. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏതാണ്? കുമ്പളങ്ങിയാണ്. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമമാണ് കുമ്പളങ്ങി. 1882 അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരു ഏത് സാമൂഹിക പരിഷ്കർത്താവിനെയാണ് ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്? ചട്ടമ്പി സ്വാമികളാണ്. 1882 അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരു ഏത് സാമൂഹിക പരിഷ്കർത്താവിനെയാണ് ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്? ചട്ടമ്പി സ്വാമികൾ. 1905 പ്രസിദ്ധീകരണം ആരംഭിച്ച ഏത് പത്രത്തിന്റെ ആദ്യ പത്രാധിപർ ആയിരുന്നു CP ഗോവിന്ദപിള്ള? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, സ്വദേശാഭിമാനി.
1905 പ്രസിദ്ധീകരണം ആരംഭിച്ച ഏത് പത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപർ ആയിരുന്നു CP ഗോവിന്ദപിള്ള? അപ്പോൾ സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യത്തെ പത്രാധിപർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ CP ഗോവിന്ദപിള്ളയാണ്. അടുത്തത്, താഴെ നൽകിയവയിൽ ഒന്നാം വർഗ ഉത്തോലകത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? തന്നിരിക്കുന്നത് കപ്പി, ചൂണ്ട, ത്രാസ്, കത്രിക എന്നിവയാണ്. ഒന്നാം വർഗ ഉത്തോലകത്തിൽ പെടാത്തത് ഓപ്ഷൻ ബി ആണ്, ചൂണ്ട. സ്പ്രിംഗ് ബാലൻസിന്റെ പ്രവർത്തന തത്വം ഏത്? സ്പ്രിംഗ് ബാലൻസിന്റെ പ്രവർത്തന തത്വം ഹൂക്സ് നിയമമാണ്. ഹൂക്സ് നിയമം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി? പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. കേപ്പ് ഹോൺ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത്? 2020-21 സമയത്താണ് കേപ്പ് ഹോൺ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത്. 2020-21. 1915 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം? കല്ലുമാല സമരമാണ്. 1915 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം ഏതാണ്? കല്ലുമാല സമരം. കണ്ടൽ ചെടികൾ വച്ചുപിടിപ്പിക്കുന്നതിനും സംരക്ഷണം നൽകുന്നതിനും നേതൃത്വം കൊടുത്ത വ്യക്തി? കല്ലേൽ പൊക്കുടൻ. കണ്ടൽ ചെടികൾ വച്ചുപിടിപ്പിക്കുന്നതിനും സംരക്ഷണം നൽകുന്നതിനും നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് കല്ലേൽ പൊക്കുടൻ. റിപ്പോ നിരക്ക് എന്നാൽ? റിപ്പോ നിരക്ക് ഓപ്ഷൻ ബി ആണ് ഉത്തരം. റിസർവ് ബാങ്ക് മറ്റു ബാങ്കുകളിൽ നിന്നും ഈടാക്കുന്ന പലിശ. റിപ്പോ നിരക്ക്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം ഇവരിൽ ആരായിരുന്നു? KM പണിക്കർ. ഓപ്ഷൻ എ, KM പണിക്കർ. ഇന്ത്യയിൽ കാപ്പി കൃഷി ആദ്യം ആരംഭിച്ച പ്രദേശം ഏത്? ബാബ ഭൂതാൻ. ഇന്ത്യയിൽ കാപ്പി കൃഷി ആദ്യം ആരംഭിച്ച പ്രദേശമാണ് ബാബ ഭൂതാൻ. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണ്? പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് ഗൗരി പാർവതി ഭായ് ആണ്. ഗൗരി പാർവതി ഭായ്. താഴെ പറയുന്നവയിൽ ഏത് നദിയാണ് സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത്? സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് നുബ്രയാണ്. നുബ്ര നദി. അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം ഏത്? അന്റാർട്ടിക്ക. മൈത്രിയാണ്. അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രമാണ് മൈത്രി. കടയ്ക്കൽ വിപ്ലവം നയിച്ചത്? ഫ്രാങ്കോ രാഘവൻ പിള്ള. കടയ്ക്കൽ വിപ്ലവം നയിച്ചത് ഫ്രാങ്കോ രാഘവൻ പിള്ള. ജറവ ആദിമ നിവാസികൾ വസിക്കുന്ന സ്ഥലം? ജറവ. നോർത്ത് സെന്റിനറി ദ്വീപ്. നോർത്ത് സെന്റിനറി ദ്വീപിലാണ് ജറവ ആദിമ നിവാസികൾ വസിക്കുന്നത്. ഭൂമധ്യരേഖയോടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഭൂപ്രദേശം? ഇന്ദിര പോയിന്റ്. ഭൂമധ്യരേഖയോടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഭൂപ്രദേശമാണ് ഇന്ദിര പോയിന്റ്. 3 അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻ എ ആണ് പശ്ചിമ ബംഗാൾ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? 1993. 1993 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ആനക്കൊമ്പൻ ഏത് വിളയുടെ നാടൻ ഇനത്തിന് ഉദാഹരണമാണ്? ആനക്കൊമ്പൻ വെണ്ടയാണ്. ആനക്കൊമ്പൻ എന്നത് വെണ്ടയാണ്. ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള ഏത്? കരിമ്പാണ്. ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിളയാണ് കരിമ്പ്.
ഭരണഘടനയുടെ 61-ാം ഭേദഗതി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? 61-ാം ഭേദഗതി. വോട്ട് ചെയ്യുവാനുള്ള പ്രായം 18 വയസ്സാക്കി. 61-ാം ഭേദഗതി. കോശാസ്തിക്കൂടം എന്നറിയപ്പെടുന്നത് ഏത്? കോശാസ്തിക്കൂടം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശാസ്തിക്കൂടം എന്നറിയപ്പെടുന്നത്. സാധാരണയായി പാചകപാത്രങ്ങളുടെ കൈപ്പിടികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏത്? ബേക്കലൈറ്റ്. സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? അശ്വമേധം പദ്ധതി കുഷ്ഠരോഗമാണ്. കുഷ്ഠരോഗം. ഓർമ്മകളുടെ ഭ്രമണപഥം എന്നത് ആരുടെ ആത്മകഥയാണ്? ഓർമ്മകളുടെ ഭ്രമണപഥം. നമ്പി നാരായണൻ. നമ്പി നാരായണന്റെ ആത്മകഥയുടെ പേരാണ് ഓർമ്മകളുടെ ഭ്രമണപഥം എന്നത്. യെല്ലോ റേറ്റിംഗ് എന്നത് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? യെല്ലോ റേറ്റിംഗ് ചെസ് ആണ്. ചെസ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രം പൊലി. കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രമാണ് പൊലി. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം? മലയാളി മെമ്മോറിയൽ. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഏത് സംഭവത്തിലാണ് 2019 ബ്രിട്ടൻ ഖേദം പ്രകടിപ്പിച്ചത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം. മാന്റിൽ. പ്രോജക്റ്റ് ആരോ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രോജക്റ്റ് ആരോ പോസ്റ്റൽ സംവിധാനമാണ്. പോസ്റ്റൽ സംവിധാനം. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമിക്കപ്പെട്ട വർഷം? 1992 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമിക്കപ്പെട്ടത്. 1992. കേരളത്തിലെ ആദ്യത്തെ തുറന്ന വനിതാ ജയിൽ ഏത്? കേരളത്തിലെ ആദ്യത്തെ തുറന്ന വനിതാ ജയിൽ പൂജപ്പുരയാണ്. പൂജപ്പുര. പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ട് എന്നറിയപ്പെടുന്ന പ്രദേശം പുനലൂരാണ്. പുനലൂർ. വിശാഖ മാസത്തിലെ പ്രകൃതി ദുരന്തം എന്നറിയപ്പെടുന്ന കാറ്റ് ഏതാണ്? വിശാഖ മാസത്തിലെ പ്രകൃതി ദുരന്തം എന്നറിയപ്പെടുന്ന കാറ്റ് കാൽബൈശാഖിയാണ്. കാൽബൈശാഖി. റബ്ബർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? റബ്ബർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കോട്ടയം. ദേശീയപാതകളിൽ റെയിൽവേ ക്രോസിംഗ് ഒഴിവാക്കുവാനായി ഓവർ പാസസ് നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി? സേതുഭാരതം. ദേശീയപാതകളിൽ റെയിൽവേ ക്രോസിംഗ് ഒഴിവാക്കുവാനായി ഓവർ പാസസ് നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയാണ് സേതുഭാരതം. ദേശീയ സമരകാലത്ത് ഷോം പ്രകാശ് എന്ന പത്രത്തിന് നേതൃത്വം നൽകിയ വ്യക്തി? പത്രത്തിന്റെ പേര് ഷോം പ്രകാശ്. നേതൃത്വം നൽകിയത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ജ്വലനത്തെ സഹായിക്കുന്ന വാതകം? ജ്വലനത്തെ സഹായിക്കുന്ന വാതകം ഓക്സിജൻ. ഇന്ത്യയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന വിജ്ഞാന ശാഖ വളർത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തി ആരാണ്? സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന വിജ്ഞാന ശാഖ വളർത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തി
പ്രശാന്ത ചന്ദ്ര മഹലനോബിസ് ആണ്. പ്രശാന്ത ചന്ദ്ര മഹലനോബിസ്. ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ എത്രാമത്തെ പ്രസിഡന്റ് ആയിരുന്നു? 11ാമത്തെ പ്രസിഡന്റ്. ഇംഗ്ലണ്ടിന്റെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, ദുർഗാപൂർ ആണ്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, ദുർഗാപൂർ. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പുരുഷന്മാർ മാത്രമുള്ള ബറ്റാലിയൻ നയിച്ച ആദ്യത്തെ വനിത ആര്? താനിയ ഷെർഗിലാണ്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പുരുഷന്മാർ മാത്രമുള്ള ബറ്റാലിയൻ നയിച്ച ആദ്യത്തെ വനിതയാണ് താനിയ ഷെർഗിൽ. ഏത് രോഗം നിർണയിക്കുന്നതിനാണ് വാസർമാൻ ടെസ്റ്റ്? ഏത് രോഗം നിർണയിക്കുന്നതിനാണ്? സിഫിലിസ് ആണ്. സിഫിലിസ് രോഗനിർണയിക്കുന്നതിനുള്ള ടെസ്റ്റാണ് വാസർമാൻ ടെസ്റ്റ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് ആര്? ദയാനന്ദ സരസ്വതിയാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത്. മുതുകുളം പ്രസംഗം നടത്തിയത് ആര്? മന്നത്ത് പത്മനാഭനാണ് മുതുകുളം പ്രസംഗം നടത്തിയത്. ദ്രവ്യത്തിന്റെ അളവ് കണക്കാക്കുന്ന ഏകകം? മോൾ. ദ്രവ്യത്തിന്റെ അളവ് കണക്കാക്കുന്ന ഏകകമാണ് മോൾ. സൗരയൂഥത്തിലെ അംഗങ്ങളിൽ ആദ്യം രൂപം കൊണ്ടത് സൂര്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ റോഡ് ടാർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത്? ബിറ്റുമിനാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ റോഡ് ടാർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ബിറ്റുമിൻ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരം. ഓപ്ഷൻ എ, തിരുവനന്തപുരം. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ലാഹോറിന്റെ നദി എന്നറിയപ്പെടുന്നത് രവി നദിയാണ്. കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് ജലം. ദുൽഹസ്തി പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് ചെനാബ് നദിയിലാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നതാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ശരിയാണ്. ലാഹോറിന്റെ നദി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? രവി നദിയാണ്. ജലം നദി, കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ജലം എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. ദുൽഹസ്തി പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് ചെനാബ് നദിയിലാണ്. ശരിയാണ്. അടുത്ത ചോദ്യം. ഒരു നദി കടലിലോ മറ്റേതെങ്കിലും ജലാശയത്തിലോ പതിക്കുന്ന ഇടം അറിയപ്പെടുന്നത്? നദീമുഖം എന്നാണ്. ഒരു നദി കടലിലോ അല്ലെങ്കിൽ മറ്റ് ജലാശയങ്ങളിലോ പതിക്കുന്ന ഇടം അറിയപ്പെടുന്നത് നദീമുഖം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 1998. ദയാഹർജി തീർപ്പ് കൽപ്പിക്കുക എന്നത് ആരുടെ ചുമതലയാണ്? ദയാഹർജി രാഷ്ട്രപതിയാണ്. കായാന്തരിത ശിലകൾക്ക് ഉദാഹരണം തന്നിരിക്കുന്നു. മാർബിൾ, മണൽക്കാറ്റ്, ബസാൾട്ട്, ഗ്രാനൈറ്റ്. മാർബിൾ, മണൽക്കല്ല്, ബസാൾട്ട്, ഗ്രാനൈറ്റ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. മാർബിൾ ആണ് കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണം. ലിംഫ് വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗം ഏതാണ്? ലിംഫ് വ്യവസ്ഥയെ ബാധിക്കുന്നത് മന്ത്. ഹീമോഫീലിയ അറിയപ്പെടുന്ന മറ്റൊരു പേര് ചുവടെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഹീമോഫീലിയ അറിയപ്പെടുന്ന മറ്റൊരു പേര്
ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്നതാണ് ഹീമോഫീലിയ. സംഖ്യ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആര്? പ്രസിദ്ധീകരണത്തിന്റെ പേര് സംഖ്യ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് PC മഹാലനോബിസ് ആണ്. PC മഹാലനോബിസ്. ക്രൈസ്തവ കാളിദാസൻ എന്ന് അറിയപ്പെട്ടത് കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ് ക്രൈസ്തവ കാളിദാസൻ എന്ന് അറിയപ്പെട്ടത്. ഭാരതരത്നം നേടിയ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി? ജവഹർലാൽ നെഹ്റു ആണ്. ഭാരതരത്നം നേടിയ ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ പീനൽ കോഡിന്റെ ഉപജ്ഞാതാക്കൾ? ഇന്ത്യൻ ലോ കമ്മീഷൻ ആണ്. ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനം. കേരളത്തിലെ പ്രധാന താപവൈദ്യുത നിലയങ്ങൾ, അവയിൽ ഉപയോഗിക്കുന്ന ഇന്ധനം എന്നിവയിൽ ശരിയായത് ഏതെല്ലാം? ഇവിടെ തന്നിരിക്കുന്നു കായംകുളം, ആലപ്പുഴ, നാഫ്ത. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം നാഫ്ത എന്ന് പറഞ്ഞിരിക്കുന്നു. ബ്രഹ്മപുരം താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്, ഉപയോഗിക്കുന്നത് ഡീസൽ. നല്ലളം കോഴിക്കോടാണ് ഉപയോഗിക്കുന്നത് ഡീസൽ. ഇതിൽ ശരിയായത് ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ശരിയായത് ഓപ്ഷൻ സി ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. 3ഉം ശരിയാണ്. അപ്പോൾ കായംകുളം താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലാണ്. നാഫ്തയാണ് ഉപയോഗിക്കുന്നത്, ശരിയാണ്. ബ്രഹ്മപുരം എറണാകുളത്താണ്, ഡീസലാണ്, ശരിയാണ്. നല്ലളം കോഴിക്കോടാണ്, ഡീസലാണ്, ശരിയാണ്. അടുത്തത്, ചുവടെ പറയുന്ന തടാകങ്ങൾ അവ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്നിവയിൽ ശരിയായത് ഏത്? തടാകങ്ങളും അവ സ്ഥിതി ചെയ്യുന്നത് എവിടെയുമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നത് കൊല്ലേരു ആന്ധ്രാപ്രദേശ്, ലോക്തക് മണിപ്പൂർ, ഗോവിന്ദ് സാഗർ ഹിമാചൽ പ്രദേശ്, ലോണാർ മഹാരാഷ്ട്ര. ഇതിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 4ഉം ശരിയാണ്. കൊല്ലേരു ആന്ധ്രാപ്രദേശാണ്. ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരാണ്. ഗോവിന്ദ് സാഗർ ഹിമാചൽ പ്രദേശാണ്. ലോണാർ മഹാരാഷ്ട്രയിലാണ്, ശരിയാണ്. അടുത്ത ചോദ്യം, പഴശ്ശി വിപ്ലവത്തെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടറായിരുന്നു തോമസ് ഹാർവേ ബാബർ. പഴശ്ശി രാജാവിൻ്റെ സർവ്വസൈന്യാധിപനായിരുന്നു കൈത്തേരി അബു. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിൽ ആണ്. ശരിയായിട്ടുള്ളത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. പഴശ്ശി വിപ്ലവ സമയത്ത് മലബാറിലെ സബ് കളക്ടർ ആരായിരുന്നു? തോമസ് ഹാർവേ ബാബർ, ശരിയാണ്. പഴശ്ശി രാജാവിൻ്റെ സർവ്വസൈന്യാധിപനായിരുന്നു കൈത്തേരി അബു, ശരിയാണ്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ്, ശരിയാണ്. അടുത്തത്, തൊഴിൽ നികുതി ഈടാക്കാൻ അധികാരപ്പെട്ടത് ആര്? തൊഴിൽ നികുതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. താഴെ കൊടുത്തവയിൽ പ്രായപൂർത്തി വോട്ടവകാശവുമായി കൂടുതൽ യോജിക്കുന്ന പ്രസ്താവന ഏത്? രാജ്യത്തെ പ്രായപൂർത്തിയായ എല്ലാ പുരുഷന്മാർക്കും വോട്ടവകാശമുണ്ട്. രാജ്യത്തെ അടിസ്ഥാന വിദ്യാഭ്യാസമുള്ള എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. രാജ്യത്തെ പ്രായപൂർത്തിയായ എല്ലാവർക്കും ജാതി, മത, ഭാഷ, ലിംഗ വ്യത്യാസമില്ലാതെ വോട്ടവകാശമുണ്ട്. രാജ്യത്തെ ആദായ നികുതി അടയ്ക്കുന്ന എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രായപൂർത്തി വോട്ടവകാശവുമായിട്ട് കൂടുതൽ യോജിക്കുന്ന പ്രസ്താവന ഏത് എന്നാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. രാജ്യത്തെ പ്രായപൂർത്തിയായ എല്ലാവർക്കും ജാതി, മത, ഭാഷ, ലിംഗ വ്യത്യാസമില്ലാതെ വോട്ടവകാശം ഉണ്ട്. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖല ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, പ്രാഥമിക മേഖല.
വിവാഹവും വിവാഹമോചനവും ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ വരുന്ന വിഷയമാണ്? കൺകറന്റ് ലിസ്റ്റാണ്. കൺകറന്റ് ലിസ്റ്റ്. കേരള സർക്കാരിൻ്റെ ജലനിധി പദ്ധതിയുമായി സഹകരിക്കുന്ന സ്ഥാപനം? ലോക ബാങ്കാണ്. പദ്ധതിയുടെ പേര് ജലനിധി. സഹകരിക്കുന്നത് ലോക ബാങ്ക്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ്? ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാബായ് നവറോജി ആണ്. ദാദാബായ് നവറോജി. ഏത് ജീവിതശൈലി രോഗത്തിൻ്റെ വകഭേദങ്ങളാണ് ഗൈനോയിഡ്, ആൻഡ്രോയിഡ് എന്നിവ? പൊണ്ണത്തടി. പൊണ്ണത്തടിയുടെ 2 വകഭേദങ്ങളാണ് ഗൈനോയിഡ്, ആൻഡ്രോയിഡ് എന്നിവ. സ്വന്തമായി ഇന്റർനെറ്റ് സർവീസ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത്? കേരളം. ഓപ്ഷൻ എ കേരളം. ഇന്ത്യ ഇൻ ഡിസ്ട്രസ് എന്ന പുസ്തകം രചിച്ച രാഷ്ട്രീയ നേതാവ് ആര്? പുസ്തകത്തിൻ്റെ പേര് ഇന്ത്യ ഇൻ ഡിസ്ട്രസ്. മമതാ ബാനർജിയാണ്. മമതാ ബാനർജി. 2022 ജൂലൈയിൽ ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ച ലിസ്ബൺ ഡിക്ലറേഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ലിസ്ബൺ ഡിക്ലറേഷൻ. ഓപ്ഷൻ എ ആണ് ഉത്തരം. സമുദ്ര സംരക്ഷണമാണ്. സമുദ്ര സംരക്ഷണം. ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം ഡിസംബർ 2 ആണ്. ഡിസംബർ 2. റിംഗ് ഓഫ് ഫയർ അഥവാ അഗ്നിവളയം എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വത പ്രദേശം ഏത് സമുദ്രത്തിലാണ്? ശാന്ത സമുദ്രത്തിലാണ്. ശാന്തസമുദ്രം. പണ്ഡിറ്റ് കറുപ്പൻ പ്രബോധ ചന്ദ്രോദയ സഭ സ്ഥാപിച്ചത് എവിടെ? പ്രബോധ ചന്ദ്രോദയ സഭ സ്ഥാപിച്ചതാരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. എവിടെയാണ് സ്ഥാപിച്ചത്? വടക്കൻ പറവൂരാണ്. വടക്കൻ പറവൂർ. ലോകത്തെ എത്ര സമയമേഖലകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? ലോകത്തെ 24 സമയമേഖലകളായിട്ട് തിരിച്ചിരിക്കുന്നു. 24. കേരളത്തിലെ ഏത് സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് കേളി എന്നത്? കേളി. സംഗീത നാടക അക്കാദമി. സംഗീത നാടക അക്കാദമിയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് കേളി. താഴെ പറയുന്ന നൃത്തരൂപങ്ങളിൽ ഏതാണ് തമിഴ്നാട്ടിൽ നിന്ന് ഉത്ഭവിച്ചത്? ഇവിടെ തന്നിരിക്കുന്ന ഒഡീസി, ഭരതനാട്യം, കഥക്, കുച്ചിപ്പുടി. തമിഴ്നാട്ടിൽ നിന്നും ഉത്ഭവിച്ചത് ഭരതനാട്യം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു? 1858-ലാണ്. 1858-ലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ആര്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ പൊയ്കയിൽ കുമാരദേവനാണ്. പൊയ്കയിൽ കുമാരദേവൻ. വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത് എന്ത്? വാഷിംഗ് സോഡ സോഡിയം കാർബണേറ്റ് ആണ്. സോഡിയം കാർബണേറ്റ്. അവസാനത്തെ ചോദ്യം, ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആര്? ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപു ആണ്. ഡോക്ടർ പൽപു. ഈ ഒരു മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.